പറഞ്ഞില്ലേ നമ്മള് അന്ന് ഏത് സമയത്താണോ ഒരു ഡിസിഷൻ എടുത്തത് അന്ന് നമ്മൾ 100% ഇഷ്ടത്തോടെ ചെയ്ത ഒരു ഡിസിഷൻ ആയിരുന്നു. ഓക്കെ. അന്ന് അവരുടെ അമ്മ എൻ്റെ അമ്മയെന്ന് ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നതല്ലേ, അതൊരു കാലം കഴിയുമ്പോഴത്തേക്കും നീ പോടാ എന്ന് പറയാൻ പറ്റുമോ നമുക്ക്? അത് ശരിയല്ലല്ലോ. അപ്പോ ഉം. അന്ന് എൻ്റെ ജെന്യുവൻ ആയിട്ടുള്ള ഒരു ഇമോഷൻ ആയിരുന്നു. അത് അവിടെ നിൽക്കുന്നുണ്ട്. നൈസ്, അതെപ്പോഴും നൈസ്. അവിടെ ഉണ്ടാവും അത്. അങ്ങനെ. അദ്ദേഹം അതേപോലെ തന്നെ ഭയങ്കരമായിട്ട് സ്ട്രെങ്ത് തരുന്ന ഒരു മനുഷ്യനാണെന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ ആ സാധിച്ചത്. സി പുള്ളിയുടെ കാര്യത്തിൽ പറയുകയാണെങ്കിൽ ഞങ്ങളുടെ ഇടയിൽ ഞങ്ങളും ഈ പറഞ്ഞ മാതിരി ഒരുപാട് നന്നായി വരണം എന്ന് ആഗ്രഹിച്ചതിന് കാരണം എൻ്റെ ഒരുപാട് വർഷത്തിന് ശേഷം ഞാൻ എടുത്തൊരു ഡിസിഷൻ യെസ്, ആയിരുന്നു. യെസ്, യെസ്, യെസ്. അപ്പോൾ ആളും ഞങ്ങൾ രണ്ടുപേർക്കും മ്യൂസിക് എന്ന് പറയുന്ന ഒരു കാര്യമുണ്ട്. അപ്പം ഞങ്ങൾ രണ്ടുപേരും ഇത് നന്നായി പോണമെന്ന് 100% ആഗ്രഹിച്ചിരുന്നു, ഉം. വിശ്വസിച്ചിരുന്നു. പക്ഷേ ഒരു പോയിന്റ് കുറച്ചങ്ങ് കഴിഞ്ഞ് വന്നപ്പോൾ, അല്ലെങ്കിൽ നമ്മളങ്ങനെ പോസ്റ്റ് ഒന്നും ഇടൂലല്ലോ, അതെ, 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 അതെ. അത്രയും വിശ്വസിച്ച്. കാരണം ഞാൻ അത്ര ആഗ്രഹിച്ചിരുന്നു ആ ഒരു നമ്മുടെ സമയത്ത്. ഇല്ല, കണ്ണിലല്ലാത്തൊരു തിളക്കം ഉണ്ടായിരുന്നു ഇപ്പോഴും അത് ഉണ്ടായിരുന്നു. പറയുമ്പോ. അത് ഒരുപക്ഷെ നമ്മള് കുറേ വർഷത്തിന്റെ ഒരു എന്താ പറയാ വേദനയും ഉം. ഡിസ്റെസ്പെക്റ്റും ഒരുപാട് എന്താ പറയാ ഉപദ്രവങ്ങളും ഒക്കെ കഴിഞ്ഞ് ഒരാൾ നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ വരുമ്പോൾ അതെനിക്കൊരു വലിയ കാര്യമായിരുന്നു. ആൻഡ് അത് അന്നും അദ്ദേഹം ചെയ്തിട്ടുണ്ട്, ഇപ്പോഴും അദ്ദേഹം തന്റെ എന്നെ ഒരു അതിഭീകര ഉപദ്രവിക്കുന്നില്ല. ടാലന്റും. ടാലന്റിനേക്കാൾ കൂടുതൽ ആ സമയത്ത് ആ ഒരു പേഴ്സണാലിറ്റി എനിക്ക് ഭയങ്കര സപ്പോർട്ടായിരുന്നു. ഉം, എസ്പെഷ്യലി ഉം, അച്ഛൻ മരിച്ച സമയത്തൊക്കെ ഒരു മകനായിട്ട് അദ്ദേഹം അവിടെ ഉണ്ടായിരുന്നു. ഉം, ഉം. അപ്പോൾ അതൊക്കെ എനിക്ക് ഒരിക്കലും മറക്കാൻ പറ്റാത്ത കാര്യമാണ്. പിന്നെ നമ്മൾ മുമ്പോട്ട് വന്ന ഞാൻ സമയത്ത് കണ്ടിട്ടുണ്ട് അത്. ഞാൻ പേഴ്സണലി കണ്ടിട്ടുണ്ട് അത്. ആ ഞാൻ അപ്പോൾ അത് അതായത് അത് പറയാന്ന് വെച്ചാൽ ഇത് അദ്ദേഹത്തിന്റെ ബോഡി വീട്ടിലേക്ക് കൊണ്ടുവന്ന സമയത്ത് അവിടേക്ക് സൂം ചെയ്യാണ്. അതായത് ബോഡിയിലേക്ക് സൂം ചെയ്യാണ്. അപ്പൊ ഗോപി സുന്ദർ സാർ വന്നിട്ട് പറഞ്ഞു, "ഒന്ന് ആ മാറി നിക്ക്." ആ. സമയത്തൊക്കെ ശരിക്കും എന്താ പറയുക, ഞാൻ എപ്പോഴും പറയാറുണ്ട് ആ ഒരു വ്യക്തി ചിലപ്പോൾ എൻ്റെ ലൈഫിൽ വന്നത് അച്ഛന് ചിലപ്പോൾ ഒരു മരുമകൻ ആ. കർമ്മങ്ങൾ ചെയ്യാനും കൊള്ളി വെക്കാനും ഒക്കെ യോഗ ഉണ്ടായിരുന്നുണ്ടാവും. ആ ഒരു വർഷത്തിന് വേണ്ടി മാത്രം അദ്ദേഹം വന്നു. അത് കഴിഞ്ഞ് ഞങ്ങളൊരു മുമ്പോട്ട് പോയപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലായി ഇത് മുമ്പോട്ട് പോയാൽ അത് ഇപ്പോൾ ഉള്ളൊരു സ്നേഹവും ബഹുമാനവും ഇല്ലാണ്ടാവുന്നു. ഉം. പിന്നെ അത് ചീഞ്ഞ് അടിയായി. എന്തിനാ അങ്ങനെ പോണേ? അപ്പം ഞങ്ങൾ രണ്ടുപേരും കൂടെ എടുത്ത ഒരു തീരുമാനമാണ്, വേണ്ട. ഇപ്പോഴും വൺസ് ഇൻ എ വൈൽ ബർത്ത്ഡേ അങ്ങനെയൊക്കെ വരുമ്പോൾ ഓ, ഹാപ്പി ഹോ, ബർത്ത്ഡേ ഹോ, എന്ന് ഹോ, പറഞ്ഞിട്ട് ഹോ, ഹോ. ഞങ്ങൾ ദേഷ്യമൊന്നുമില്ല, കമ്മ്യൂണിക്കേഷൻ ഒന്നുമില്ല. ഒരു നമ്മൾ അവസാനിപ്പിച്ച ഒരു വികാരം വീണ്ടും നമ്മളത് കുത്തിയെടുക്കാൻ ആഗ്രഹിക്കുന്നില്ല. ആ, അതവിടെ ആ, വെച്ച് ആ, ആ. അതവിടെ കഴിഞ്ഞു. ഫ്രണ്ട്ഷിപ്പ് അതേ വാമത്തോട് കൂടി തന്നെ ഉണ്ട്. ഫ്രണ്ട്ഷ് ഫ്രണ്ട്ഷിപ്പ് എന്ന് പറഞ്ഞൊരു കോണ്ടാക്ട് ഉള്ള ഫ്രണ്ട്ഷിപ്പ് ഒന്നുമില്ല. ആ, പക്ഷേ യെസ്, ഒരു യെസ്, യെസ്. ഒരു സന്ദർഭം ഉണ്ടാകുമ്പോൾ മെസ്സേജ് ചെയ്യും. അങ്ങനെ ക്രിസ്മസ്, ന്യൂ ഇയർ, ബർത്ത്ഡേക്കൊക്കെ വരുമ്പോൾ അങ്ങനെ അത്രേ ഉള്ളൂ. ഏത് സ്ത്രീയെ എളുപ്പത്തിൽ ദുർനടപ്പുകാരിയാക്കാൻ പറ്റുന്ന ഒരു രണ്ടക്ഷര വാക്കുണ്ട് മലയാളത്തിൽ, പിഴ എന്നുള്ളത്. ഉം. ആ, പക്ഷേ അത് ജഡ്ജ് ചെയ്യാൻ മാത്രം ചുറ്റുമുള്ളവരായിട്ടുണ്ടോ? അല്ലെങ്കിൽ ഒരാളെ അറിയാം, അയാളുടെ കഥ അറിഞ്ഞോളണം നിർബന്ധമില്ല. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അതിന്റെ ചുറ്റുമുണ്ട്. പിഴ എന്നുള്ളൊരു ആൽബം ഇറക്കുന്നു. ഒരു സ്ത്രീ പിഴ എന്നുള്ളൊരു ആൽബം, അതും ഒരു ഇന്റർനാഷണൽ വിമൻസ് ഡേയിൽ ഇറക്കുന്നതിന്റെ ഒരു പ്രാധാന്യം ഉണ്ടല്ലോ. ഇപ്പം വിമൻസ് ഡേ എന്ന് പറയുമ്പോൾ നമ്മളെല്ലാവരും കുറേ പോസ്റ്റുകൾ ഇടും, ഉം, സ്ത്രീകൾക്ക് കുറേ പൂക്കളൊക്കെ കൊണ്ടു കൊടുക്കും, ഉം. ഗിഫ്റ്റൊക്കെ കൊണ്ടു കൊടുക്കും, ഇതാണല്ലോ. പക്ഷേ 5-6 കൈയുള്ള അമ്മയുടെ ഫോട്ടോ. ആ അതൊക്കെ നമ്മൾ ഒരു നിമിഷം ഓർക്കാണ്. പക്ഷേ അതെ. ഈ ആക്ച്വലി സ്ത്രീകൾ കടന്നു പോകുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. ഉം. അത് ശ്രീരാമന്റെ കാലഘട്ടത്ത് തുടങ്ങി. ഇപ്പം സീതാദേവി ലങ്കയിൽ നിന്ന് വന്ന സമയത്ത് വരെ ഇവര് മോശപ്പെട്ട സ്ത്രീയാണെന്ന് ഉം, പറഞ്ഞ് ഉം, അവർ ഉം, ഭൂമിയുടെ ഉം. ഉള്ളിലോട്ട് പോയ ആ സമയം തുടങ്ങി ഇപ്പം വരെയുണ്ട്. പെണ്ണുങ്ങൾ എന്ത് ചെയ്താലും തെറ്റ്, ഉം. എന്ത് ചെയ്തില്ലെങ്കിലും തെറ്റ്, കുട്ടി ഉണ്ടായാൽ തെറ്റ്, കുട്ടി ഉണ്ടായില്ലെങ്കിലും അത് അവളുടെ തെറ്റാണ്. ഇനി കുട്ടിയെ വളർത്തി വലുതാക്കിയാലോ അതും അവളുടെ തെറ്റാണ്. അവൾ എന്തെങ്കിലും പറഞ്ഞാലോ അതും തെറ്റാണ്. പറഞ്ഞില്ലെങ്കിലോ അവളെ കൊണ്ട് ഒന്നിനും കൊള്ളൂല. സോ ഇത് ഈ ഒരു കോൺസെപ്റ്റ്, ഇത് കോൺസെപ്റ്റ് അല്ല, ഇത് എൻ്റെ എൻ്റെ ലൈഫിൽ ഞാൻ കുറേ വർഷങ്ങളോളം ഞാൻ അനുഭവിച്ചൊരു കാര്യമാണ്. അപ്പം ഒരു പോയിന്റിൽ ഞാൻ എന്താ ചെയ്യേണ്ടതെന്ന് പോലും എനിക്ക് അറിയണ്ടായിരുന്നില്ല. അപ്പം എൻ്റെ ഈ ഒരു സംഭവം തന്നെ ഒരുപാട് സ്ത്രീകൾ അനുഭവിക്കുന്നുണ്ട്. അത് സൊസൈറ്റിയൊക്കെ ഒരുപാട് മാറിയിട്ടുണ്ട്. ഇപ്പം സ്ത്രീകൾ ഫ്രണ്ട് സീറ്റിൽ എല്ലായിടത്തും ഉണ്ട്. പക്ഷെ എന്നാലും ഒരു സ്ത്രീ അവളുടെ ഒരു പേഴ്സണൽ ചോയ്സ് ചെയ്യുന്ന സമയത്ത് എപ്പോഴും അവൾ ജഡ്ജ്ഡാണ്. ഉം. അത് ഇപ്പോഴും നടക്കുന്ന ഒരു കാര്യം തന്നെയാണ്. അപ്പോൾ എൻ്റെ ഞാനിത് ഇന്ന് എഴുതിയ പാട്ടൊന്നുമല്ല. ഇത് കുറച്ച് വളരെ വൈകാരികമായിട്ടിരിക്കുന്ന ഒരു സമയത്ത് എൻ്റെ മനസ്സിൽ ഞാൻ എന്ത് തെറ്റ് ചെയ്തിട്ടാണ്, അതായത് തെറ്റുകൾ ചെയ്യാത്തായിട്ട് ആരാ ഉള്ളത്? ഉം. അപ്പം ഞാനിനി ഇത് ചെയ്താലും തെറ്റാണ്. ശരി എന്നാ ഇത് വേണ്ടാന്ന് പറഞ്ഞാൽ മറ്റൊരു കാര്യം ചെയ്താൽ അതും തെറ്റാ. കുട്ടി ഉണ്ടെങ്കിലും തെറ്റാ, കുട്ടി ഇല്ലെങ്കിൽ ഇതൊക്കെ എൻ്റെ അടുത്ത് ഞാൻ വളരെ സങ്കടപ്പെട്ട് ചോദിച്ചിട്ടുള്ള കുറേ വരികളാണത്. അതെല്ലാം കൂടെ ഞാൻ ഒരു പാട്ടാക്കി എന്നുള്ളതേ ഉള്ളൂ. ഒരു ഇമോഷണൽ വെന്റ് ഔട്ട്.
കൈൻഡ് ഓഫ്. അപ്പം എന്നിട്ട് ഞാൻ പിന്നെ വിചാരിച്ചു ഇത് റിലീസ് ചെയ്യണ്ട, എന്തിനാ വെറുതെ, അതിൻ്റെ ആവശ്യമില്ല എന്ന് വിചാരിച്ച് ഞാനത് മാറ്റി വെച്ചൊരു സംഭവമാണ്. പിന്നെ ഞാൻ എൻ്റെ ചുമ്മാ നമ്മൾ ഫ്രണ്ട്സ് എല്ലാവരും കൂടി ഇരിക്കുന്ന സമയത്ത് ഞാനിത് ബ്ലൂടൂത്തിൽ ചുമ്മാ ഒരു സാധനം കേൾപ്പിക്കാമെന്ന് പറഞ്ഞ് കേൾപ്പിച്ചപ്പം പല സ്ത്രീകൾക്കും അത് ഭയങ്കരമായിട്ട് റിലേറ്റ് ചെയ്തു. ഇൻഫാക്ട് എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ കണ്ണ് നിറഞ്ഞു വരികൾ കേട്ടിട്ട്. കാരണം അവർ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. ഇപ്പം എൻ്റെ സീനിൽ ഞാൻ ചിലപ്പോൾ എന്നെ മീഡിയയിൽ അറിയുന്നതായതുകൊണ്ട് എൻ്റെ കാര്യങ്ങൾ എനിക്ക് പറയാൻ പറ്റുന്നുണ്ട്. പക്ഷേ എൻ്റെ പോലെ അല്ലാത്ത ഒരുപാട് സ്ത്രീകളുണ്ട്. അത് ഏത് ഇൻഡസ്ട്രിയിലും ഉള്ളതുണ്ട്. അവരെന്ത് ചെയ്താലും തെറ്റാണ്. അപ്പം അത് അവർക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളൊരു വിശ്വാസമാണ് അത്. ഇപ്പോൾ പുരുഷൻ്റെ ഒരു കാര്യം എടുത്ത് നോക്കുകയാണെങ്കിൽ അവരുടെ മൂഡ് സ്വിങ്സ് അധികവും ഒരു ഡേയിലാണ് വിൻഡോ ഇരിക്കുന്നതെന്നാണ് പറയുക സയൻറ്റിഫിക്കലി. ഇപ്പോൾ രാവിലെ എഴുന്നേൽക്കുമ്പോൾ ടെസ്റ്റോസ്റ്ററോൺ ഒരുപാട് ഉണ്ടാവും, പിന്നെ അത് ഡിപ്പായി പോകും. സ്ത്രീയുടെ അവസ്ഥ അങ്ങനെയല്ല. അവരൊരു 28 ഡേയ്സിൻ്റെ മന്ത്ലി സൈക്കിളിൽ ഈ ബ്രെയിൻ മാരിനേറ്റ് ചെയ്ത അവസ്ഥയിലാണ്. പല സമയത്ത് അവർക്ക് പല കോംപ്ലിക്കേറ്റഡ് ആയിട്ട് ഇമോഷൻസ് വരും. അതുകൊണ്ടാണ് പല സമയത്തും ഈ സ്ത്രീകളുടെ മൂഡ് സ്വിങ്സ് പുരുഷന് മനസ്സിലാവുന്നില്ല എന്നൊക്കെയുള്ള രീതിയിലുള്ള റീൽസും പഠനങ്ങളും ഒക്കെ ഇതൊക്കെ വരുന്നത്. ഇപ്പോഴാണ്. ഇതൊന്നും ഇല്ലാത്തൊരു കാലഘട്ടത്തിലുള്ള നമ്മളെ അമ്മമാരും അതെ ഒക്കെ അതെ അല്ലേ അതെ എന്ന് അതെ. ആലോചിച്ച് നോക്കൂ. ഇപ്പൊ പിന്നെ ആക്ച്വലി ഇപ്പൊ ഒരുപാട് എനിക്ക് ഒരുപാട് നല്ല ആൺസുഹൃത്തുക്കളുണ്ട്. ഉം, ഞാൻ ഒരിക്കലും ഒരു പുരുഷവിരോധിയല്ല. ഉം, എനിക്ക് ഒരുപാട് ഗൈസ് ഫ്രണ്ട്സ് ഉണ്ട്. എൻ്റെ അച്ഛനൊരു അമേസിങ് മനുഷ്യനാണ്. എൻ്റെ അപ്പൂപ്പൻ, എൻ്റെ കൂട്ടുകാർ, ഈവൻ ഈ പിഴയിൽ വർക്ക് ചെയ്തിരിക്കുന്ന ഫുൾ ക്രൂ ബോയ്സ് ആണ്. ഓ, ഓ, അവരാണ് ഈവൻ എൻ്റെ ഈ കാര്യങ്ങൾ സപ്പോർട്ട് ചെയ്യുന്നതും എല്ലാം ചെയ്തു തരുന്നതും. ചേച്ചി ഇത് ഇങ്ങനെ ചെയ്യാം അങ്ങനെ ചെയ്യാന്ന് പറയുന്നതൊക്കെ ആൺകുട്ടികൾ തന്നെയാണ്. അപ്പോൾ ഞാൻ ഒരിക്കലും ആണുങ്ങൾക്ക് എഗെയിൻസ്റ്റ് ആയിട്ട് പറയുന്ന ഒരാളല്ല. പക്ഷേ സ്ത്രീകൾ എന്നാലും ഇങ്ങനൊരു സംഭവത്തിൽ കൂടെ പോകുന്നുണ്ട്. അപ്പം ഈ ഒരു വുമൻസ് ഡേയുടെ അന്ന് അവരാഘോഷിക്കുന്ന സമയത്ത് അവർ പോകുന്ന സംഭവങ്ങളും കൂടെ ഒന്ന് ഓർക്കണം എന്നുള്ളൊരു മെസ്സേജ്. നമ്മൾ ഈ പുരുഷന്മാരെ പറ്റി പറയുമ്പോഴേ അമൃത, പുരുഷന്മാർ മാത്രമല്ലല്ലോ സ്ത്രീകൾ ജഡ്ജ് ചെയ്യുന്നത്. സ്ത്രീകൾ ശരിക്കും ജഡ്ജ് ഉണ്ട്. ചെയ്യും, സൈഡ് ലൈൻ ചെയ്യും, വേദനിപ്പിക്കുകയും കുറച്ചുകൂടി ആഴത്തിൽ കുത്തി നോവിക്കുകയും ചെയ്യുന്നത് ഏറെക്കുറെ സ്ത്രീകൾ തന്നെയല്ലേ പലപ്പോഴും. അത് ചില സമയത്ത് ഭയങ്കര വിഷമം ഉണ്ടാക്കുന്ന കാര്യമാണ്. അതിൽ ഇപ്പം എൻ്റെ കേസിലൊക്കെ തന്നെയാണെങ്കിലും കുറേ എന്താ പറയുക, കാര്യം അറിയാത്ത ആളുകൾ കുറേ കമൻ്റ് ഇടുകയും കുറേ കാര്യങ്ങൾ പറയുമ്പോൾ നമ്മൾ ആലോചിക്കും ഇവരും പെണ്ണുങ്ങളല്ലേ, ഇവർക്ക് എന്താ അറിഞ്ഞിട്ടാ. അപ്പം ശരിക്കും സ്ത്രീകൾക്ക് എഗെയിൻസ്റ്റ് ആയിട്ട് പറയുന്നത് ഭയങ്കര വിഷമം ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ്. അത് 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 ചുമ്മാ അങ്ങ് പറയുകയാണെന്നോ എനിക്കറിയില്ല. I don't know. എപ്പോഴെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ, ഞാൻ സ്നേഹിക്കുകയും സ്നേഹിക്കപ്പെടാൻ ആഗ്രഹിക്കുകയും ഒക്കെ ചെയ്തിട്ടുള്ളൂ, ഇതൊരു വലിയ അപരാധമായി പോയല്ലോ എന്ന്? ഇത് തന്നെയാണ് എൻ്റെ ഇതിനകത്ത് വരുന്ന ഒരു വരി. ഇത് തന്നെയാണ്, മാറത്തണഞ്ഞാൽ പിഴ. നമ്മളെപ്പോഴും ഒരാളുമായിട്ട് റിലേഷൻഷിപ്പിലേക്ക് വരുമ്പോൾ അല്ലെങ്കിൽ ഒരാളെ സ്നേഹിക്കുമ്പോൾ അയാൾ ഇട്ടിട്ട് പോകണമെന്ന് വിചാരിച്ചിട്ടല്ല. അല്ല അല്ല ഒരു സ്ത്രീയും അല്ലെങ്കിൽ ഒരാളും അടുത്ത ദിവസം അത് കളഞ്ഞു പോകണമെന്ന് വിചാരിച്ചിട്ടല്ല കയറുന്നത്. അത് അത്രയും ഡെഡിക്കേറ്റ് ചെയ്ത് അത്രയും ആഗ്രഹിച്ചിട്ട് അത് നന്നായി വരണം എന്ന് വിചാരിച്ചിട്ടാണ് നമ്മളത് പോവുക. പക്ഷെ അത് ഓരോരുത്തരുടെ യോഗമല്ലേ അതൊക്കെ.